ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 30,000 രൂപ റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നതും കിട്ടാത്തതുമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കുത്തി നിറച്ച് വന്നിട്ടുള്ള ഫോണാണ് മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള മോട്ടോ എഡ്ജ് 50 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ LED പാനൽ വരുന്നുണ്ട്, കർവ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, IP68 ആ ഒരു റേറ്റിംഗ് വരുന്നുണ്ട്, അലുമിനിയം ഫ്രെയിം വരുന്നുണ്ട്, ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഇനി ബോക്സിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് കേസ്, ചാർജിങ് അഡാപ്റ്റർ, ചാർജിങ് കേബിൾ, സിം ഇജക്റ്റിംഗ് പിന്ന്, ഇതെല്ലാം കൂടാതെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറും മോട്ടോ ഈ ഒരു ഫോണിൽ തന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നത്തിങ് ഫോണുകളിൽ കിട്ടുന്ന ലൈറ്റ് കത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊഴികെ ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ അയക്കാം. ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞ പോലെ ഞാൻ റിവ്യൂ ചെയ്യുന്ന യൂണിറ്റുകളിൽ പലതും സെല്ല് ചെയ്യാറുണ്ട്. സോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എനിവേ, ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിലോട്ട് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ മോട്ടോറോള ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്ത് പറയാനായിട്ടില്ല. അവരുടെ ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അത് ഈ ഒരു 20 ദിവസമായിട്ടും ഇതിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോഴും ഉണ്ട്. ഇൻ ഹാൻഡ് ഫീൽ അടിപൊളിയാണ്, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അടിപൊളിയാണ്, IP68 ആ ഒരു റേറ്റിംഗ് വരുന്നുണ്ട്. സോ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് നോക്കുമ്പോൾ, അതായത് 30,000 രൂപ റേഞ്ച് നോക്കുമ്പോൾ ആ ഒരു ചിപ്സെറ്റ് കിട്ടിയാൽ പോരാ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ കൂടി വരുമ്പോൾ ആ ഒരു പ്രൈസ് കൂടി നിൽക്കുന്നതാണ്. എനിവേ, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂൾ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനുള്ള ഒരു പ്രശ്നവും ഇതിന് വരുന്നില്ല. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതല്ലാതെ നോർമൽ കോളിംഗ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ലാഗോ ഹീറ്റിംഗ് ഇഷ്യൂ, പെർഫോമൻസ് ഡ്രോപ്പോ ഒന്നും തന്നെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ BGMI അൾട്രാ HDR നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആസ്ഫാൾട്ട് ലെജൻഡ് ആണെങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട്, വളരെ അടിപൊളിയായിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആകുമ്പോഴേക്കും ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. വാമല്ല, ഫോൺ ഹീറ്റായി തുടങ്ങുന്നുണ്ട്. സോ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഫോണല്ല ഇത്. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് മനസ്സിൽ വെക്കുക. ഇതിന്റെ പെർഫോമൻസിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ്. കാരണം UFS 2.2 എന്ന് പറയുന്ന കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് ടൈപ്പ് ആണ് ഇവിടെ വരുന്നത്. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യേയില്ല കേട്ടോ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അതേപോലെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ സ്മൂത്തായിട്ട് നടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ തന്നെയാണ്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ഹലോ UI ആണ് വരുന്നത്. ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ 2 തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ കണ്ടത്, ഫേസ്ബുക്ക് അതേപോലെ ലിങ്ക്ഡിൻ. ഇനി ഗൂഗിളിന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഏകദേശം 21ഓളം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള ഏകദേശം 12-13ഓളം ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരുവിധം എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്, അല്ലാത്തത് ഡിസേബിൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോറോള എഡ്ജ് 50 ഫ്യൂഷനിൽ പറഞ്ഞ പോലെ തന്നെ നല്ല സൂപ്പർ കൂൾ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നല്ല രീതിക്ക് തന്നെ മോട്ടോറോള ഈ ഒരു ഹലോ UI സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ, ആപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു അനിമേഷൻസ്, നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഈ ഒരു എഡ്ജ് ലൈറ്റിംഗ്, 2 സൈഡിലും ലൈറ്റ് കത്തുന്ന പരിപാടികൾ, അൺലോക്ക് ചെയ്യുമ്പോൾ ആ ഒരു അൺലോക്കിൻ്റെ അനിമേഷൻസ് കാര്യങ്ങളെല്ലാം വളരെ രസമായിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ നല്ല രീതിക്ക് തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മോട്ടോറോളയുടെ അവരുടെ ആ ഒരു സിഗ്നേച്ചർ സംഭവം ഉണ്ടല്ലോ, ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും, ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആവും, 3 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. ഇനി ഇതും മാറ്റി നിർത്തിയാൽ അവരുടെ പ്രീമിയം ഫീച്ചേഴ്സ് ആയിട്ടുള്ള സെക്യൂർ ഫോൾഡർ, ഫാമിലി സ്പേസ് പോലുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. എനിവേ, ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു ബഗ് എന്ന് പറയുന്നത്, പല സമയത്തും ഇതിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് തേർഡ് പാർട്ടി ആണെങ്കിലും നമ്മൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിലും ഫ്രീസ് ആവുന്നുണ്ട്. ആ ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കോ ഫ്രണ്ടോ ഒന്നും പോവില്ല. പിന്നെ അത് മാറണമെങ്കിൽ ഫോൺ ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിൽ നിന്നൊന്ന് എക്സിറ്റ് ആയിട്ട് വരിക. മേ ബി ബഗ് ഫിക്സിൽ അത് ഫിക്സ് ചെയ്യുമായിരിക്കാം. ബഗ് ഫിക്സ് എന്ന് പറയുമ്പോഴാണ് എനിക്കിത് 2-3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടുമെന്നുള്ളതാണ്, മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടും എന്നുള്ളതാണ് ഞാൻ ആദ്യം വായിച്ചത്. ഇപ്പം മോട്ടോറോളയുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ആ ഒരു ഡീറ്റെയിൽ കണ്ടില്ല. ഇതുവരെയുള്ള മോട്ടോറോളയുടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ്. ഈ ഫോൺ തൊട്ടിട്ടാണ് അവർ ഈ ഒരു ഹലോ UI ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി ഇവിടെ നിന്ന് വേണം എങ്ങനെയാണ് അവർ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണാനായിട്ട്.
നിങ്ങളിപ്പോൾ കേട്ട പോലെ നല്ല ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് സൈഡിൽ നിന്നാണെങ്കിലും ബോട്ടം സൈഡിൽ നിന്നാണെങ്കിലും വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് നല്ല ലൗഡാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് ടോണിംഗ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഡോൾബിയുടെ ടോണിംഗ് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ വോളിയത്തിൽ ഇടുന്ന സമയത്ത് വോക്കൽ ക്വാളിറ്റി ഉണ്ടല്ലോ, അതൊരു പൊടിക്ക് നെഗ്ലിജിബിൾ ആണ്. എന്നിരുന്നാലും ഒരു പൊടിക്ക് സൗണ്ടിന്റെ ആ ഒരു ക്വാളിറ്റി മിസ്സാവുന്നതായിട്ട് തോന്നി. നെഗ്ലിജിബിൾ ആണ്, പക്ഷെ എനിക്ക് തോന്നി, എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ സ്പീക്കറിനെ കുറിച്ച് പറയുന്ന സ്ഥിതിക്ക് നമ്മൾ കോള് വരുമ്പോൾ ഈ ഒരു ടോപ്പിലെ സ്പീക്കർ ഉണ്ടല്ലോ, അതിന് പല സമയത്തും ലൗഡ്നെസ് ആണെങ്കിലും അതേപോലെ നോർമലായിട്ട് സംസാരിക്കുന്ന സമയത്തും അതിൽ നിന്ന് വരുന്ന സൗണ്ടിൻ്റെ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അതൊരു ഇച്ചിരി കുറവായിട്ട്, ആ ഒരു ലൗഡ്നെസ് ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നി. ഇനി വോളിയം കൂട്ടിയിടുകയെന്നുണ്ടെങ്കിൽ ലീക്ക് ആവുന്ന ഒരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു എന്തോ ഒരു ഇച്ചിരി സൗണ്ട് കുറവുള്ളതായിട്ട് എനിക്ക് കോളിൻ്റെ കാര്യത്തിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ. അത് മാത്രമാണ് സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വരുമ്പോൾ 6.7 ഇഞ്ച് വരുന്ന POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് 4K വീഡിയോ കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂ ലൈറ്റിന്റെ ആ ഒരു എമിഷൻ കുറയ്ക്കാനായിട്ടുള്ള ടെക്നോളജി സംഭവങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോൺ കിട്ടുന്ന സമയത്ത് വിവിഡ് കളർ ടോണിലാണ് ഇത് വരിക. സോ അതൊന്നും മാറ്റിയിട്ട് നാച്ചുറൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളർ ടോണിൽ നമുക്ക് ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ 4K കണ്ടന്റുകൾ കാണുന്ന സമയത്തുണ്ടല്ലോ ചെറിയൊരു പിടുത്തം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ യൂട്യൂബിൽ മാത്രമാണ് 4K കണ്ടന്റ് കണ്ടത്. ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് പോലെ, ഒരു ചെറിയൊരു സ്റ്റക്ക് ആവുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ 1200 നിറ്റ്സോളം പീക്ക് ബ്രൈറ്റ്നസ് വരുന്നതുകൊണ്ട് തന്നെ സൺലൈറ്റിന്റെ അടിയിൽ പോയി കഴിഞ്ഞാലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഡിസ്പ്ലേയുടെ സൈഡിൽ എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒരു നെഗറ്റീവുകളും എനിക്ക് ഒരു 4Kയിൽ സ്റ്റക്ക് ആവുന്നത് നമ്മൾ ഓഡിയോയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ നെഗ്ലിജിബിൾ ആണ്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ നോട്ടീസ് ചെയ്തു. ഈ ഒരു ഫോണിൽ കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നത് ബാറ്ററിയുടെ സൈഡ് മാത്രമാണ്. ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഓവറോൾ കിട്ടുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയാണ്. കാരണം 4500 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത്രയും വലിയ ഡിസ്പ്ലേ ആണ്, ഇത്രയും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം ബാറ്ററി വേണമല്ലോ. പക്ഷെ നമുക്കിവിടെ 125 വാട്ട് വരെയുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തത് 8 GB റാം വേരിയൻ്റ് ആണ്, 256 GB. എനിക്ക് കിട്ടിയത് 68 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. ഇനി 12 GB എടുക്കുന്നവർക്കാണെന്ന് തോന്നുന്നു 125 വാട്ടിൻ്റെ അഡാപ്റ്റർ ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. സോ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫോൺ ചാർജ് ആവുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള 68 വാട്ടിൻ്റെ ആ ഒരു ചാർജർ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറിന് ഉള്ളിൽ തന്നെ 50 മിനിറ്റിനുള്ളിൽ തന്നെ 0 to 100 ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ഇറങ്ങി പോകുന്നുമുണ്ട്. ഇപ്പം നൈറ്റ് ഡ്രെയിനിങ് നോക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ ഈവൻ വൈഫൈയിലാണെന്നുണ്ടെങ്കിൽ കൂടി ഏകദേശം 6% നൈറ്റ് ഡ്രെയിനിങ്, ഐഡിൽ ഡ്രെയിനിങ് ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് എനിക്ക് ഈ ബാറ്ററിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇച്ചിരിയും കൂടി മെച്ചപ്പെട്ട ഒരു ബാറ്ററി കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം. കാരണം ബാക്കി എല്ലാം അടിപൊളിയായിട്ട് വന്നപ്പോൾ ബാറ്ററി സൈഡ് മാത്രം ഇച്ചിരി മോശമായിപ്പോയി. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാത്ത 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഡിവൈസ് നമുക്ക് വയേർഡ് വഴി റിവേഴ്സ് വയേർഡ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഫോൺ ധാരാളമാണ്. സോ അങ്ങനെയുള്ള ഒരുപാട് മേന്മകൾ ബാറ്ററിയുടെ സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവ് ഞാൻ പറയാം. അതായത് നമ്മൾ വൈഫൈ കോളിംഗ് ചെയ്യുന്ന സമയത്ത് വൈഫൈയുടെ നെറ്റ്വർക്കിൽ നിന്ന് മൊബൈൽ നെറ്റ്വർക്കിലോട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കോള് ഡിസ്കണക്റ്റ് ആവുക അല്ലെങ്കിൽ കോള് സസ്പെൻഡ് ആയി പോകുന്ന ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തു. അതേപോലെ വൈഫൈ നെറ്റ്വർക്കിലിരിക്കും, ആ ഒരു വൈഫൈ കോളിംഗ് ഓൺ ആക്കിയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കോള് വരുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് എന്തേ വിളിച്ചിട്ട് എടുക്കാഞ്ഞേ എന്നുള്ളത്. നമ്മളുടെ ഫോൺ റിങ് ചെയ്തിട്ടേ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു മിസ് കോൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നോട്ടീസ് ചെയ്തു. അത് വൈഫൈ കോളിങ്ങിൻ്റെ സൈഡിലാണ് കേട്ടോ. ഓക്കെ, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ 5G ഇടുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ മറ്റ് പ്രശ്നങ്ങളിലൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. നമുക്ക് അറ്റ് എ ടൈം 2 5G സിം ഇടാനായിട്ട് സാധിക്കും. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. NFC വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടില്ല. ഇതിൽ കൊടുത്തിട്ടുള്ള USB Type-C 3.1 ആണ്. സോ അതുകൊണ്ട് തന്നെ ഡാറ്റാസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വളരെ സ്പീഡായിട്ട് തന്നെ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു വൈഫൈ കോളിംഗ് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിൽ വരുന്ന ഫേസ് അൺലോക്കും അതേപോലെ ഫിംഗർ പ്രിന്റ് സ്കാനറും രണ്ടും
രണ്ടും വളരെ സ്പീഡായിട്ട് തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. സ്കാനിങ് കാര്യങ്ങളൊക്കെ നടന്ന് വളരെ പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അവിടെ ഒന്നും ഒരു ഡിലേയും ഞാൻ നോട്ടീസ് ചെയ്തില്ല. അതേപോലെ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ചില സമയത്ത് ഒരു 10 കോളിൻ്റെ ഇടയിൽ 1-2 കോളുകൾക്ക് ഈ ഒരു സ്ക്രീൻ ഓഫ് ആവാത്തൊരു പ്രശ്നം ഞാൻ നോട്ടീസ് ചെയ്തു. ഒന്നും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ഓഫ് ആവുന്നുണ്ട്. മേ ബി അതെന്തെങ്കിലും ബഗ് ആയിരിക്കാം. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ, 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, അതുകൂടാതെ 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൻ്റെ പുറകിൽ വരുന്നത്. സാമ്പിളായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരുമിച്ച് ഇടാം, താല്പര്യമുണ്ടെങ്കിൽ കാണാം. ഇനി ഈ ഒരു ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ മോട്ടറോള പറയുന്നത് പാൻറ്റോൺ കളർ ടൂണിൽ വരുന്ന, അതായത് ക്ലോസ് ടു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല കേട്ടോ, അത്യാവശ്യം കളറൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഇച്ചിരി എൻഹാൻസ്മെൻറ്റ് നടന്നിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഫോട്ടോസ് അതിൽ കിട്ടുന്നത്. എനിവേ നമുക്ക് ആദ്യം ഇതിൻ്റെ പോർട്രേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. 4 ഫോക്കൽ ലെങ്ത്തിലാണ് പോർട്രേറ്റ് നമുക്ക് കിട്ടുന്നത്. 24mm, 35mm, 50mm, അത് കൂടാതെ 85mm. ഓക്കെ, ഒന്നും കൂടി 24mm, 35mm, 50mm, 85mm. ഇതിൽ ഈ ഒരു 85mm ആണ് നമുക്ക് 10 മെഗാ പിക്സലിൻ്റെ ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് വെച്ച് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ബൊക്കെ എഫക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു കട്ടൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല ക്ലോസപ്പ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ല പോർട്രേറ്റ് ഫോട്ടോസാണ് കിട്ടുന്നത്. എന്നാൽ ബാക്കി 2 ഫോക്കൽ ലെങ്ത്തിലോട്ട് വരുമ്പോൾ അതങ്ങോട്ട് പോരാ. കുറച്ചും കൂടി വൈഡായിട്ട് നിൽക്കുന്നതുകൊണ്ടും സറൗണ്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലർനെസ് പ്രോപ്പറായിട്ട് വരുന്നില്ല. കട്ടൗട്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളതായിട്ട് തോന്നി. ഇനി 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ HDR ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആകാശം നോക്കി ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും ഇത്രയും ഈ ഒരു എടുപ്പ് ആ ഒരു ആകാശത്തിന് ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പച്ചപ്പാണെന്നുണ്ടെങ്കിലും നല്ല പോലെ കളർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് HDR നല്ല പോലെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ട് എന്ന് പറയില്ലേ, ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ ഔട്ട്പുട്ട് തരുന്നത്. സ്കിൻ ടോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെള്ളാമ്പിച്ച അവസ്ഥ ഒന്നും ഒരു പരിധിക്ക് അപ്പുറം ഫീൽ ചെയ്യുന്നില്ല. ഇനി 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന 22,000 രൂപയ്ക്ക് വന്ന ഫോണുണ്ടല്ലോ, അതിൽ കിട്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കിൻ ടോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഹ്യൂമൻ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും, അത്യാവശ്യം പച്ചപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കളറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഷെയ്ഡിലോട്ട് പോകുമ്പോൾ, അതായത് ഡാർക്ക് ഏരിയയിലോട്ട് പോകുമ്പോൾ അവിടെ ഇരുണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു ഫോണിലും വരുന്നുണ്ട്. സോ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന, അത് ഹ്യൂമൻ സബ്ജക്റ്റ് ആണെങ്കിലും അതേപോലെ ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിലും നല്ലപോലെ എടുക്കാൻ പറ്റുന്ന ഈ ഫോട്ടോസ് തന്നെയാണ് ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയെ നമുക്ക് തരുന്നത്. വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് 4K സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട്, OIS സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ഈ 4K വീഡിയോ എടുക്കുന്ന സമയത്ത് പല സമയത്തും വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട്. ഒരു ഫ്രെയിം ഡ്രോപ്പ് അവിടെ വരുന്നുണ്ട്. ആ ഫ്രെയിം ഡ്രോപ്പ് നമ്മൾ സാമ്പിൾ നോക്കുമ്പോഴും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അത് ഞാനിവിടെ ഇടുമ്പോൾ കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, സാമ്പിളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ. എന്തായാലും അങ്ങനെ പല സമയത്ത്, പ്രത്യേകിച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും വരുന്നുണ്ട് കേട്ടോ. അതായത് 4K എടുക്കുന്ന സമയത്ത് നമ്മൾ 4K യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴും ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ വരുന്നത്. മേ ബി ഫിക്സ് ചെയ്യുമായിരിക്കാം. ഓക്കെ, ബാക്കി നമ്മൾ ഫുൾ HD വരുമ്പോൾ അവിടെ സ്റ്റേബിളാണ്, ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വീഡിയോ അവിടെ കിട്ടുന്നുണ്ട്. ഇനി സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് ആ ഒരു ക്യാമറ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പോർട്രേറ്റ് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് 1, 2, 3 ആളുകൾ വെച്ചിട്ട് പോർട്രേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ, ആ ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ബാക്ക് ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രോസസ്സിങ് ഉണ്ടല്ലോ, അതായത് നമ്മൾ വ്യൂ ഫൈൻഡറിൽ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ അത് പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ കിടിലൻ ഫോട്ടോസാണ്. അവിടെയാണ് ആ ഒരു എൻഹാൻസ്മെൻറ്റ് കാര്യങ്ങൾ, അതായത് പ്രോസസ്സിങ്ങിലാണ്, ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലാണ് കംപ്ലീറ്റ് കാര്യങ്ങളും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊള്ളാം. ഇനി സെൽഫിയുടെ വീഡിയോയിലോട്ട് വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വീഡിയോ ആണ്. നമുക്ക് അവിടെ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. മോട്ടറോള എഡ്ജ് 50 പ്രോയുടെ സെൽഫി വീഡിയോ ഔട്ട്പുട്ടാണ് നിങ്ങൾ കാണുന്നത്. 4Kയിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഫുൾ HDനെ അപേക്ഷിച്ച് 4K കുറച്ച് സ്റ്റെബിലിറ്റി കുറവാണ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ, അതായത് 4Kയിൽ നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും
കുറച്ചും കൂടി ബെറ്റർ സ്റ്റെബിലിറ്റി ആണ് കിട്ടുന്നത്. 4K റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 1-2 തവണ ഞാൻ ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് നോട്ടീസ് ചെയ്തു. പക്ഷേ മെജോറിറ്റി ടൈമും എനിക്ക് ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഞാൻ അവിടെ സെൽഫിയുടെ കാര്യത്തിൽ ഞാൻ നോട്ടീസ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം. 1, 4K റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ സ്റ്റക്ക് ആവുന്ന പ്രശ്നം. 2, 4K വീഡിയോ യൂട്യൂബിൽ കാണുന്ന സമയത്ത് ഒരു ഫ്രെയിം ഡ്രോപ്പ് വരുന്ന പ്രശ്നം. ആപ്പുകൾ ഫ്രീസ് ആവുന്ന പ്രശ്നം പല സമയത്തും, അത് UI-യുടെ പ്രശ്നമാണ്. ലൗഡ് സ്പീക്കർ ഉണ്ടല്ലോ, ഇതിൻ്റെ കോഡ് വരുന്ന സമയത്ത് അവിടെ കുറച്ച് ക്വാളിറ്റി ഡ്രോപ്പ് എനിക്ക് ലൗഡ് സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഈ ഒരു സ്പീക്കർ ഉണ്ടല്ലോ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഫേസ് ചെയ്തു. പിന്നെ വൈഫൈ കോളിങ്ങിൻ്റെ ഭാഗത്ത് കോള് ഡ്രോപ്പ് ആവുന്ന ഒരു ഇഷ്യൂ. ഇത്രയും പ്രശ്നങ്ങളാണ് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബഗ്ഗായിട്ട് ഞാൻ ഈ ഒരു ഫോണിൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ്. പിന്നെ വയർലെസ് ചാർജർ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന ബിഗ് ബില്യൺ ഡേയ്സിൽ മേ ബി 25,000 രൂപയ്ക്കൊക്കെ ഇത് വരികയാണെങ്കിൽ, 25,000-26,000 രൂപയ്ക്കൊക്കെ ഇത് വരികയാണെങ്കിൽ കണ്ണും പൂട്ടി ഈ ഒരു ഫോൺ മാത്രം എടുത്താൽ മതി, വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, കാരണം ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ്. ബാക്കി ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ ഉണ്ട് താനും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് വിശേഷങ്ങൾ നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം, തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഗുഡ് ബൈ. I'm always running behind and coming up short. She jumps out of bed.